ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ആക്കിയിരുന്നു. നമ്മുടെ പുതിയ കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സാധാരണക്കാർക്ക് എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള നോട്ടിഫിക്കേഷൻ അത് നമുക്കറിയാം ടീച്ചേഴ്സിനുള്ളതായിരുന്നു. അതിൻ്റെ പരീക്ഷ നടന്നിരുന്നില്ല, ഇനിയും ഉടനെ അത് കാണും. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഈ പരീക്ഷ വരും. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് 1.5 മാസ കാലയളവ് മാത്രമേ പഠിക്കാൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് വൈകുന്നേരത്ത് എന്ത് വന്നു? നോട്ടിഫിക്കേഷൻ വന്നു. നമ്മുടെ പരീക്ഷ വരുന്നത് ഈ ദിവസം എന്നാണ്? നമ്മുടെ ഓഗസ്റ്റ് 23, 24 പരീക്ഷ നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി നാളെ മുതലാണ്. 3/7/2025 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. നാളെ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം എന്നാണല്ലോ സൈറ്റ് ഓപ്പൺ ആവും. അവസാനിക്കുന്ന തീയതി 10/7. ഏകദേശം 7 ദിവസം നമുക്ക് അപേക്ഷിക്കാനായിട്ട് കിട്ടും. പിന്നെ ഫൈനൽ പ്രിൻ്റ് എടുക്കാനുള്ള അവസാന തീയതി 10/7 തന്നെയാണ്. ഹാൾ ടിക്കറ്റ് സൈറ്റിൽ വരുന്നത് ഓഗസ്റ്റ് 14. ഹാൾ ടിക്കറ്റ് സൈറ്റിൽ വരുന്നത് ഓഗസ്റ്റ് 14 സോ ഈ ഡേറ്റ് ഓർത്തിരിക്കണം. 3/7 നാളെ മുതൽ ആരംഭിക്കും. 10 വരെ, അതായത് വരുന്ന വ്യാഴാഴ്ച വരെ, അതായത് അത് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച വരെ നമുക്ക് അപേക്ഷിക്കാം. വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും സമയം വരുന്നത്. അതിനുശേഷം ഫൈനൽ പ്രിൻറ്റും വരുന്ന വ്യാഴാഴ്ചയ്ക്കിപ്പുറം എന്ത് ചെയ്യണം? നമ്മൾ എടുത്തിരിക്കണം. വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് നമുക്ക് ഓഗസ്റ്റ് 14 നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെ സൈറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ എല്ലാവരും, നിർബന്ധമായിട്ടും എല്ലാവരും നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റന്നാൾ ചെയ്യുവാനായിട്ട് നോക്കുക. കാരണം നമുക്കറിയാം അവസാന മിനിറ്റ്സിലേക്ക് വെച്ചാൽ ചിലപ്പോൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ, പേയ്മെൻറ്റ് നടക്കാൻ, ഗേറ്റ് വേ എററാകാനൊക്കെയുള്ള ചാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും നിൽക്കാതെ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി സമാധാനത്തിലിരിക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ 9-ാം തീയതി 10-ാം തീയതി നമ്മൾ ചെയ്യാൻ ചെന്ന് ക്യൂ നിന്നു, നടന്നില്ല, സൈറ്റ് ബ്ലോക്ക് ആവും, സൈറ്റ് ജാം ആവും, പേയ്മെൻറ്റ് നടക്കത്തില്ല. വീണ്ടും നമ്മൾ ഇതിൻ്റെ പുറകെ പോകേണ്ടി വരും. നമ്മുടെ പഠിക്കാനുള്ള സമയം നമുക്കവിടെ നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കേണ്ട. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ആയിട്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇൻ കേസ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മളതും ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റിൻ്റെ അത് നിങ്ങളെ ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അടിച്ച് നമ്മൾ റെഡിയാക്കി പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റാക്കി നമ്മൾ വിടുന്നുണ്ട് കേട്ടോ, ഫോട്ടോയും കാര്യങ്ങളെല്ലാം. പിന്നെ നിങ്ങൾ പുറത്ത് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ താഴെ പറയുന്നുണ്ട്. നോക്കിക്കേ, നമുക്കറിയാമല്ലോ, അപ്പോൾ എല്ലാവരും ഒന്നിലധികം പരീക്ഷകളൊക്കെ എഴുതിയതാണ്. അപ്പോൾ ഒരു കാറ്റഗറി 1ഉം 2ഉം ഒക്കെ എഴുതുന്നവർ ഒരപേക്ഷ മാത്രമേ വെക്കാവുള്ളൂ. ഒന്നിലധികം അപേക്ഷ വെക്കരുത്. പിന്നെ ഓൺലൈനായിട്ട് മാത്രമേ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് ആ അപേക്ഷാർത്ഥികളുടെ പേര്, ജനനത്തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, ക്ലാസ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കത് പിന്നെ എഡിറ്റിങ് പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ പേര്, ജനനത്തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, അതായത് നമ്മുടെ 10ാം ക്ലാസ് +2 കേട്ടിട്ട് 10ാം ക്ലാസ് +2 ഡിഗ്രി അതിൻ്റെയാണ്. പിന്നെ കാസ്റ്റ് നമുക്കറിയാലോ, SC ST OBC ജനറൽ കാറ്റഗറിയാണ് നമുക്കുള്ളത്. അതിൽ SC ST OBC ആണെങ്കിൽ പേയ്മെൻ്റ് അകത്ത് ഇളവുണ്ട്, അതുപോലെ തന്നെ പരീക്ഷയുടെ മാർക്കിൻ്റെ അകത്ത് ഇളവുണ്ട്. സോ ആ ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട രീതിയിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. പിന്നെ ഭിന്നശേഷി സംവരണം നമുക്കറിയാം, 75 മാർക്ക് മതി ഭിന്നശേഷി ഉള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ അതും ഒക്കെ ഉള്ളവർ, നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എങ്കിൽ അതൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണം? അത് സബ്മിറ്റ് ചെയ്തിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ട്. SC ST OBC ആണെങ്കിൽ 82 മാർക്ക് വേണം ജയിക്കാൻ 150-ൽ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്ക് വേണം ജയിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തെറ്റുകൂടാതെ തന്നെ രേഖപ്പെടുത്തണം. ഇൻ കേസ് തെറ്റ് പറ്റിയാൽ എന്നാ പറ്റും? റീ എഡിറ്റിങ് പറ്റത്തില്ല കേട്ടോ, അത് പ്രത്യേകം ഓർത്തിരിക്കാം. ഇനി അപേക്ഷ സമർപ്പിക്കാനായി ഫോട്ടോ ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. ഇതെടുത്ത് പറയാൻ കാര്യം, നേരത്തെ വരുന്ന പരീക്ഷയ്ക്ക് 2 പരീക്ഷ മുമ്പ് വരെ നമ്മൾ ഫോട്ടോയും അതിൻ്റെ താഴെയുള്ള ഡേറ്റും ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യണ്ട? ഫോട്ടോയും അതുപോലെ തന്നെ ഡേറ്റും വെക്കണ്ട കേട്ടോ, വെക്കാതെ തന്നെ നമ്മുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, ഫോട്ടോ വ്യക്തമായിരിക്കണം. എന്ത് ചെയ്യില്ല? സെൽഫി എടുത്ത ഫോട്ടോ പാടില്ല കേട്ടോ. പിന്നെ പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫോട്ടോ ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റുഡിയോ പേര് ഫോട്ടോ എടുത്ത് അതിൻ്റെ പിക്സൽ റേറ്റ് ഉണ്ട്. ആ പിക്സൽ റേറ്റിൽ 150 × 200 പിക്സലായിരിക്കും.
30 KB താഴെയായിരിക്കും. ഇതൊക്കെയാണ് സാധാരണയായി ചോദിക്കുന്നത്. സോ 150 തൊട്ട് 200 പിക്സലും 150 വിഡ്ത്തും 200 ഹൈറ്റും പിന്നെ 30 KB താഴെയുമാണ് എന്ത് പറയുന്നത് ഫോട്ടോ അപ്ലോഡേഷൻ പറയുന്നത്. സോ ആ ഒരു ഫോർമാറ്റിൽ അതിനെ എന്താണ് JPG ആയിട്ടോ അല്ലെങ്കിൽ JPG ആയിട്ടോ ഒക്കെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോയ്ക്കൊക്കെ ക്ലാരിറ്റി എറർ പറ്റിയാൽ നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പം ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിന് ഒബ്ജക്ഷന് പോകേണ്ടി വരും. അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത് ഭാരിച്ച പരിപാടികളാണ്. പിന്നെ നമ്മൾ 100 രൂപ 150 രൂപയ്ക്ക് ചെല്ലാനൊക്കെ അടച്ച് നമ്മൾ വീണ്ടും 3-4 മാസങ്ങൾ കാത്തിരിക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് വരാൻ. അവിടെ എന്തെങ്കിലുമൊക്കെ റിജക്ഷൻ കാണിച്ചാൽ എന്ത് പറ്റും, അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കാലതാമസം നേരിടും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും അത് പ്രശ്നം ഉണ്ടാക്കാതെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് രേഖകൾ കറക്റ്റ് ആണെന്ന് നോക്കി വെരിഫൈ ചെയ്തതിന് മാത്രം നമ്മുടെ മുമ്പിലിരുന്ന് വെരിഫൈ ചെയ്തതിന് മാത്രം അപ്ലോഡ് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയും അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിർബന്ധമായും ഒരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആയതിൻ്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതും പ്രസ്തുത ID കാർഡിൻ്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്കായി നൽകേണ്ടതും ID കാർഡ് ഹാജരാകാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതുമല്ല. ഇതൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് തലേദിവസം ഒന്നും കൂടി പറഞ്ഞു തരും, പേടിക്കണ്ട. എന്ത് ചെയ്യണം, നമ്മൾ അപേക്ഷ വെക്കുന്നതിൻ്റെ അകത്ത് നമ്മളൊരു ID കാർഡ് വെക്കണം, ID പ്രൂഫ് വെക്കണം. അത് നമ്മുടെ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ബാങ്ക് പാസ്ബുക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ആ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മൾ ഏതാണാവോ അപേക്ഷയ്ക്ക് വെച്ച നമ്മുടെ ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി തന്നെ പരീക്ഷാ ഹാളിൽ ഒറിജിനൽ കൊണ്ടുപോയിട്ട് നോക്കണം. കൊണ്ടുപോയില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കത്തില്ല. ഇനി അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പ് ചെയ്തതിന് മാത്രം ഫൈനൽ കൺഫർമേഷൻ നൽകുക. പരീക്ഷാ ഫീസ് ഓൺലൈൻ മുഖാന്തരം SBI പേയ്മെൻറ്റ് വഴി കൊടുക്കാവുന്നത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, അതിനുശേഷം നമുക്കൊരു യൂസർ ID പാസ്വേഡ് കിട്ടും. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അത് വെച്ചാണ് നമ്മൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയും റിസൾട്ട് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ID എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും തുടർന്ന് വരുന്ന പ്രൊഫൈൽ സേവനങ്ങൾക്കായത് ആവശ്യമുള്ളതാണ്. അത് കളഞ്ഞേക്കരുത്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും റിസൾട്ടൊക്കെ നോക്കാനും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വേണ്ടത്. ഇനിയും ഫീസ് സംബന്ധിച്ചുള്ള പരാതികൾ അവരുടെ മാതൃബാന്ധവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാവുന്നതാണ്. കാരണം ഇവിടുന്ന് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷാഭവന് മെയിൽ അയച്ചിട്ടോ പരീക്ഷാഭവനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടോ യാതൊരു കാര്യമില്ല. ഏത് ബാങ്കിൽ നിന്നാണോ പൈസ പോകുന്നത് ആ ബാങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പൈസയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പം 500 രൂപ അടയ്ക്കേണ്ട അടുത്ത് ആ പേയ്മെൻറ്റിൽ നിന്ന് നടന്നു, പക്ഷേ നമ്മുടെ ഇവിടെ കൺഫർമേഷൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബാങ്കുമായിട്ട് വേണം ഇടപെടാനായിട്ട്. അവരൊരു 7 ദിവസത്തെ വർക്കിംഗ് ഡേ ഒക്കെ വരും, നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ടെൻഷനൊന്നും അടിക്കേണ്ട, ആരുടെയും പൈസ ഒന്നും പോകത്തില്ല. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ സൈറ്റ് ഡിലേയോ ഗേറ്റ് വേ എററോ ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നം അവിടെ അഭിമുഖീകരിക്കേണ്ടി വരത്തുള്ളൂ കേട്ടോ. ഇനിയും വിജ്ഞാപനം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായി യോഗ്യതയുണ്ടെന്ന് കാണുന്ന പക്ഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. കേറ്റഡ് പരീക്ഷകൾക്ക് മുന്നോടിയായി അപേക്ഷാർത്ഥികൾ സമർപ്പിച്ച വിവരങ്ങൾ പരിശോധിക്കപ്പെടാത്തതിനാൽ കൃത്യമായ അടിസ്ഥാന യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷയ്ക്ക് സമർപ്പിക്കേണ്ടതും പരീക്ഷ വിജയിച്ച് കഴിഞ്ഞാലും വിജ്ഞാപന പ്രകാരം യോഗ്യതയുള്ളതായി കാണാത്ത പക്ഷം അപേക്ഷയെ അല്ലെങ്കിൽ അപേക്ഷയെ കേറ്റത്തിൽ നിന്ന് വെരിഫിക്കേഷനിൽ നിന്നും സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകാത്തതുമാണ്. അപ്പം നമുക്ക് കൃത്യമായ യോഗ്യതയുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പരീക്ഷ എഴുതുവാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്ത് ഒഴിവാക്കുമെന്നാണ് ഈ പറഞ്ഞത്. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ തന്നെയാണ് കേറ്റഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുന്നത്. പരീക്ഷാർത്ഥിയെ തിരിച്ചറിയുന്നതിനുള്ള സഹായിക്കുന്നതിനാൽ വിജ്ഞാപന പ്രകാരമുള്ള ഫോട്ടോ മാത്രം ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാം. പ്രത്യേകിച്ച് നാളെ മുതൽ സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്ക് ഹാൾ ടിക്കറ്റ് വരാത്തതൊക്കെ ഉള്ള കേസുകളുണ്ട്. പരീക്ഷ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വരാത്ത കേസുകൾ വരെയുണ്ട്. ഫോട്ടോ എററും ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് എററും ഒക്കെ നമ്മൾ ഓർക്ക് സംഭവം വളരെ സിമ്പിളായിട്ട് ചെയ്തെന്ന് ഓർത്തും, പക്ഷേ ഒന്നുകൂടി റീചെക്ക് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെ വന്ന കേസുകളുണ്ട് വരും വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിലാണ് ചെയ്യുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി നമുക്ക് ആ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, എവിടെയെങ്കിലും അപേക്ഷിക്കാൻ പോകുന്നവർ തിരികെ വരാവുള്ളൂ. സോ നാളെ മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 10-ാം തീയതി വരെ ചെയ്യാം. 10-ാം തീയതി വരെ നോക്കിയിരിക്കരുത്. മാക്സിമം ഒരു 6-ാം തീയതിക്ക് ഇപ്പുറം എല്ലാവരും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ സൈറ്റ് ജാം ആകും കേട്ടോ. 100% ഉറപ്പാണ് സൈറ്റ് ജാം ആകും. അത് എല്ലാ കൊല്ലവും ഉള്ളതാണ്. പിന്നെ അവർ 2-3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെയും ഇതാണ് പ്രശ്നം. ഒരു രാത്രി കാലങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ, ഒരു 11:30 കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ മാത്രം നമുക്ക് സൈറ്റ് ഒന്ന് കിട്ടിയെന്ന് പറയാം. പ്രത്യേകിച്ച് പേയ്മെൻറ്റിൻ്റെയൊക്കെ ഗേറ്റ് വേ കേട്ടോ. ഇതൊക്കെ വളരെ പ്രശ്നമുള്ള ഇതാണ്. സോ അതുകൊണ്ട് തന്നെ നാളെ കഴിഞ്ഞും ഞായറാഴ്ചയൊക്കെ ആയിട്ട് തന്നെ എല്ലാവരും ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രത്യേകം
ശ്രദ്ധിക്കുക. ഇനി പരീക്ഷ ഉണ്ടല്ലോ. കാറ്റഗറി 1 വരുന്നത് 23/8/2025 ശനിയാഴ്ച രാവിലെ 10 തൊട്ട് 12:30 വരെയും, കാറ്റഗറി 2 വരുന്നത് 23/8/2025 ശനിയാഴ്ച 2 മണി മുതൽ 4:00 വരെയും, കാറ്റഗറി 3 വരുന്നത് 24/8/2025 ഞായറാഴ്ച 10 തൊട്ട് 12:30 വരെയും, കാറ്റഗറി 4 വരുന്നത് 24/8/2025 ഞായറാഴ്ച 2 തൊട്ട് 4:00 വരെയും. സോ 1ഉം 2 എഴുതുന്നവർ ചോറുമായിട്ടൊക്കെ വേണം പോകാൻ, കഴിക്കാതെ ഒന്നും ഇരിക്കരുത്. അതിനാണ് ഇപ്പോഴേ സമയം തരുന്നത്. ഇനി നമുക്കറിയാം 23-ാം തീയതിയാണ് പരീക്ഷ. കൃത്യം ഡേറ്റ് പറഞ്ഞാൽ ഇന്ന് 2-ാം തീയതി, 23 വരെ എത്ര ദിവസമുണ്ട്? എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 50 ദിവസം തികച്ച് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, കൃത്യം 50 ദിവസമേ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഠനം ആരംഭിക്കേണ്ട, അല്ലെങ്കിൽ പഠനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട സമയം ആയി കേട്ടോ. നമ്മളിനി ഒരുപാട് ഉഴപ്പൊന്നും ചെയ്യരുത്. മാക്സിമം ക്ലാസ്സുകളിൽ കയറുക, എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക. ഈസിയുള്ള സബ്ജക്റ്റുകൾ പെട്ടെന്ന് പഠിച്ചു മാറ്റുക, അതിനെ റിവേഴ്സ് ചെയ്യുക. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വരുന്നുണ്ട്. അതെന്ത് ചെയ്യണം? കണ്ട് മനസ്സിലാക്കി സംശയങ്ങളുള്ളത് ചോദിച്ച് എക്സാംസ് എഴുതി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് പോവുക. ഇനിയില്ല നമ്മുടെ ക്ലാസ്സുകളുടെ സമയവും കൂടും. മോർണിംഗ് ക്ലാസ്സുകൾ, ഈവനിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. റെക്കോർഡ് ക്ലാസ്സുകളും ഇപ്പോൾ ഒരെണ്ണം വെച്ചാണ് വരുന്നത്, അതും കൂടും കേട്ടോ. ഇതിൻ്റെ എല്ലാ എണ്ണം കൂടും. സോ ടൈം ബൗണ്ടായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. ജീവിതത്തിൽ അത്യാവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു 50 ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഫോണെ തോണ്ടലൊക്കെയാണ് ഉദ്ദേശിച്ചത്. സിനിമ കാണാൻ പോക്ക്, കറക്കൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള അനാവശ്യമായിട്ട് നമ്മൾ സമയം കളയുന്ന വഴികളൊക്കെ കണ്ടുപിടിച്ച് അവയൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം പരീക്ഷ എങ്ങനെയും 50 ദിവസം കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതകാലം മൊത്തം വാലിഡിറ്റി ഉള്ളൊരു പരീക്ഷയാണ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൈക്കലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ളവർ വിളിച്ച് ചോദിക്കുക കേട്ടോ. ഇൻ കേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്തു തരാം. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇതുപോലെ ഒന്ന് ഓൺലൈനിൽ കയറി വന്നാൽ മതി, നമ്മളതും ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ പുറകെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.